ഞാൻ 3Bയിൽ പഠിക്കുന്ന വിനു അലക്സിൻ്റെ അമ്മയാണ്. ഇന്നലെ അവൻ്റെ മലയാളം എക്സാമിന് ചോദിച്ച ഒരു ചോദ്യത്തിന് അവൻ എഴുതിയ ഉത്തരമാണ് എന്നെ ഇങ്ങനെ ഒരു മെസ്സേജ് ഈ ക്ലാസ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. രാമു ഒരു വികൃതി കുട്ടിയായിരുന്നു. സ്കൂളിൽ വികൃതി കാണിച്ചതിൻ്റെ പേരിൽ അധ്യാപകർ പല രീതിയിൽ രാമുവിനെ വഴക്കു പറയുകയും ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും രാമു വികൃതി തരങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. തന്നെ ശിക്ഷിച്ച സ്കൂളിലെ പ്രഥമ അധ്യാപകന് പണി കൊടുക്കാൻ ഒരിക്കൽ രാമു തീരുമാനിച്ചു. സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് അധ്യാപകൻ സൈക്കിളിൽ പോകുന്ന വഴിയിൽ രാമു ഒരു കുഴി കുഴിച്ച് അതിൽ ഇലകൾ കൊണ്ടു മൂടി. എന്നിട്ട് ഒരു മരത്തിൻ്റെ പിന്നിൽ കാത്തിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായി അത് വഴി വന്ന രാമുവിൻ്റെ അച്ഛൻ കുഴിയിൽ വീഴുകയും കാര്യമായ പരിക്ക് പറ്റുകയും ചെയ്തു. തൻ്റെ വികൃതിത്തരങ്ങൾക്ക് ദൈവം തന്നെ ശിക്ഷയാണ് എന്ന് മനസ്സിലാക്കിയ രാമു മാതാപിതാക്കളുടെ അടുത്ത് കുറ്റമേറ്റു പറഞ്ഞ് മിടുക്കൻ കുട്ടിയായി. വിനു, വായിച്ചോടിച്ചതൊക്കെ മതി, എക്സാം തുടങ്ങാറായി. അല്ലെങ്കിൽ ലാസ്റ്റ് പിന്നെ ഈ പഠിത്തവും കാര്യങ്ങളൊക്കെ. അതെ, പാട്ടൊന്നും പാണ്ടാകത്ത് കൊച്ചിന് ഓൺലൈൻ എക്സാം നടന്നുകൊണ്ടിരിക്കുവാന്നേ. അയ്യോച്ചി, കരോളുമ്പോ പാട്ടില്ലാതെ എങ്ങനെയാണ്? പാട്ടൊക്കെ എപ്പോ വേണേലും കേൾക്കാലോ. ഞാൻ വേണേ കാശ് എടുത്തിട്ട് വരാം. അയ്യോ, കാശൊന്നും വേണ്ട ചേച്ചി. ഇതൊന്ന് സ്കാൻ ചെയ്താൽ. ഓ, ഇതാണല്ലോ അപ്പൊ പ്രധാനം. ആ, ചെയ്തിട്ടുണ്ട്. അവര് പോയോ? അതെ, പോണു. ഞാൻ ആ സാൻഡേർഡ് ഡാൻസ് ഒക്കെ കളിച്ച് പാട്ടൊക്കെ ഒന്ന് പാടി. ആ, ബെസ്റ്റ്. എന്നിട്ട് വേണം അകത്തിരിക്കുന്ന എക്സാം പകുതിക്ക് വെച്ച് നിർത്തിട്ട് ഇവിടെ നടന്നുള്ളേ. അവൻ കളിക്കട്രീ, അവൻ IAS-നൊന്നുമല്ലോ പഠിക്കുന്നേ. ഇച്ചായനെ അവനെങ്ങനെ വഷളാക്കുന്നേ? അല്ലെങ്കിൽ ഓപ്പണേഴ്സ് ഞാനാണല്ലോ പോയി നാണം കിടുന്നത്. അത് നീയേ അവന് എല്ലാ വിഷയത്തിനും A+ പഠിക്കണമെന്ന് ഓർക്കുന്നുണ്ട്. നാണക്കേടൊക്കെ തോന്നുന്നു. ഓ ശരി, അടുത്ത ഓപ്പൺ ഹൗസിനെ ചേൻ തന്നെ അങ്ങ് പോയാൽ മതി. എന്നെ വിളിക്കണ്ട കേട്ടോ. ഞാൻ പൊക്കോളാം, പ്രശ്നം തീർന്നില്ലേ? ഓ, അവൻ്റെ എക്സാം കഴിഞ്ഞു തോന്നുന്നു. എടി, പിന്നെ വരുമ്പോഴേ എക്സ്റ്റൻഷൻ കേബിൾ എടുക്കണേ. എന്തോടെ ഈ കാലിങ്ങനെ എഴുതി വെക്കുന്നേ? ഒന്നുമില്ല, ഞാൻ ചുമ്മാ വരച്ചു കളിച്ചാ. ചുമ്മാ വരച്ചാണെങ്കിൽ നീ എന്തിനാ മായ്ച്ചു കളയുന്നേ? ഞാൻ ചുമ്മാ വരച്ചു കളിച്ചമ്മേ. എക്സാമിന്റെ സമയത്തൊന്നും നീ ഇങ്ങനെയൊക്കെ കാലി എഴുതി വെക്കുന്നേ? എക്സാം ഒക്കെ കഴിഞ്ഞ്. നീ കോപ്പി അടിക്കാൻ ശ്രമിക്കുമായിരുന്നല്ലേ? ഞാൻ കോപ്പി അടിക്കാൻ നോക്കിയല്ല, ഞാൻ ചുമ്മാ വരച്ചതാ. പിന്നെ കാലിലല്ലേ ഇങ്ങനെ എഴുതി കളിക്കുന്നത്? സത്യം പറഞ്ഞോ നീ? സത്യമായിട്ട് അമ്മ, ചുമ്മാ വരച്ചു കളിച്ചതാ. ഇങ്ങനത്തുള്ള കള്ളത്തരങ്ങളൊക്കെ നിന്നെ ആരാടാ പറയാൻ പഠിപ്പിച്ചേ? ആരും പഠിപ്പിച്ചൊന്നല്ല അമ്മേ. ഓ, അപ്പൊ സ്വന്തമായിട്ട് പഠിച്ചാന്നോ? നിന്നെ ഇതിനാന്നോ സ്കൂളിൽ വിടുന്നേ? നിന്റെ കയ്യിലും കാലിലൊക്കെ നോക്കട്ടെ. വേറെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്ന് കേറിയപ്പോഴല്ലേ ഇത്? സത്യം പറഞ്ഞോ? ഞാൻ ടീച്ചറിനെ വിളിച്ചു ചോദിക്കും. ടീച്ചറിനൊന്നും വിളിക്കണ്ട. എന്താ വിളിച്ചാല്? എന്താ ടീച്ചറിനെ വിളിച്ചാല്? അപ്പൊ നീ നേരത്തെ ചെയ്തിട്ടുണ്ടോ? നീ എന്തൊന്നും മിണ്ടാത്തേ? എനിക്കെന്താ മൊത്തത്തിൽ ഒരു കള്ളലക്ഷണം? എന്റെ വിനു, നിന്റെ അടുത്താ ഞാൻ ചോദിക്കുന്നേ. അത് പിന്നെ സ്കൂളിൽ എക്സാമിന്റെ സമയത്ത് കാലിലെഴുതിയപ്പോ ഗിരിജാമാമന്റെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് ചെവി കുടിച്ച് വരാന്തയുടെ മുമ്പിൽ കൂടെ നടപ്പിച്ച്. എന്നിട്ട് ഫാദർ പ്രിൻസിപ്പലിന്റെ റൂമിന്റെ മുമ്പിൽ മുട്ടുകുത്തിയെത്തി. എന്നിട്ട് ഗിരിജാമ്മ ഇതുവരെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞില്ലല്ലോ ഇതൊന്നും? അത് മിസ് ഫോൺ എടുത്ത് വിളിക്കാൻ പോയപ്പോ ഞാൻ വിളിക്കല്ലെന്ന് കാല് പിടിച്ച് പറഞ്ഞപ്പോ എന്നെ കൊണ്ട് അപ്പോളജി ലെറ്റർ എഴുതിപ്പിച്ച്. എന്നിട്ട് നീ എന്താ ഇതുവരെ ഞങ്ങളുടെ ഇതൊന്നും വന്ന് പറയാതിരുന്നേ? പേടിച്ചിട്ടാ. എടി എക്സ്റ്റൻഷൻ കൂടെ കിട്ടിയില്ല.
ഇച്ചായ എന്താ ഇച്ചായ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്നാ പറ്റി? ഇത് ഇവ എന്തൊക്കെയാ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് അറിയോ? ആ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവൻ കോപ്പി അടിക്കാൻ നോക്കുമായിരുന്നു. കോപ്പിയോ? ഞാൻ കൂടുതൽ ചോദിച്ചവൻ പറയും നേരത്തെ സ്കൂളിൽ വെച്ച് കോപ്പി അടിക്കാൻ നോക്കിയതിന് പണിഷ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. പണിഷ്മെൻറ്റോ? ഇങ്ങോട്ട് നോക്കി. അച്ഛനോട് പറഞ്ഞു എന്നാ പണിഷ്മെൻറ്റ്? മോൻ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണമെന്നേ. കൂട്ടാ പറ എന്നാ പറ്റിയേ? മുഖത്ത് നോക്കി. എന്നാടാ ചിരിക്കുന്നേ? അയ്യേ അമ്മ, ഞാൻ പറ്റിച്ചതാ. എല്ലാരും സ്കൂളിൽ അങ്ങ് നടന്നിട്ടില്ലച്ചാ. ചുമ്മാതെ ഇച്ച ഇവ എല്ലാം എൻ്റെ അടുത്ത് സമ്മതിച്ചതാ. അച്ഛ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ എന്തെങ്കിലും സ്കൂളിൽ നിന്ന് വിളിക്കണ്ടല്ലേ? ടീച്ചറെ വിളിക്കൂലേ? നീയല്ലേ പറഞ്ഞ നിന്നെ ഫാദർ പ്രിൻസിപ്പളിന്റെ റൂമിൽ കൊണ്ടേ മുട്ടുകുത്തിച്ച് നിർത്തിച്ചെന്നൊക്കെ? അത് അമ്മ ചോദിച്ചപ്പോ ചുമ്മാ സമ്മതിച്ചല്ലേ? എൻ്റെ ഡി, അവൻ ഓരോ തമാശ പറഞ്ഞ് നിന്നെ പറ്റിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലേ? ഓ, ഇപ്പൊ ഞാനാണല്ലോ കുറ്റക്കാരി. ആ എക്സ്റ്റൻഷൻ കേബിൾ എവിടെ ഇരിക്കുന്നത്? സ്റ്റാർ ഇതോ ഇടുന്നോ? അവിടെ ഇരിപ്പുണ്ട്. ആ അയ്യേ അമ്മ, പറ്റിച്ചേ പറ്റിച്ചേ ദാ, പറ്റിച്ചേ. ഹാ ബാ നമുക്ക് സ്റ്റാർ ഇടാം. ബാ ഹാ. ദാ. ദാ വിനു. എനിക്കേ നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. എന്നെ കൊണ്ട് മടുത്തു. നിന്റെ ചോദ്യം ചെയ്യലൊന്നും ചേന്ന് കഴിഞ്ഞില്ല. പൊയ്ക്കേ, ഞങ്ങൾ കുറച്ചു നേരം സംസാരിക്കട്ടെ. അപ്പൊ നീ പറഞ്ഞത് മുഴുവൻ കള്ളത്തരാന്നോ? ആ അമ്മേ, എല്ലാം. എല്ലാം. ഓഹോ, എന്നാ ഒരു കാര്യം ചെയ്യും. ഗോഡ് പ്രോമിസ്ഡ്. ഗോഡ് പ്രോമിസ്. അമ്മയോട് കള്ളത്തരം പറഞ്ഞിട്ട് ദൈവം ശിക്ഷിക്കുന്നുണ്ടോ? അമ്മയ്ക്കൊന്നും പറ്റണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു വിനു. വെറുതെ അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. അയ്യോ, അമ്മക്കൊന്നും വരുത്തല്ലേ. അമ്മ ശിക്ഷിക്കല്ലേ. സോറി അമ്മ. എൻ്റെ അമ്മ ദൈവം ശിക്ഷിക്കാതിരുന്നു. അതെ, നീ എന്ന് ശരിക്കും കോപ്പി അടിച്ചിട്ടുണ്ടായിരുന്നു. ഫാദർ പ്രിൻസിപ്പളിന്റെ റൂമിൽ കൊണ്ടുപോയി മുട്ടുകുത്തിച്ച് നിർത്തിച്ചായിരുന്നോ? ഇനി ഇതുപോലുള്ള കള്ളത്തരങ്ങൾ കാണിക്കുവോ? ഇനി മുതൽ സത്യം പറയുള്ളൂ കേട്ടോ. നല്ല കുട്ടിയായിരുന്നാ ദൈവം കോപിക്കത്തില്ല കേട്ടോ. കാര്യണ്ട് കുഴപ്പമില്ല. പോട്ടെ. നീ കിടക്കുന്നില്ലേ? ദേ ഇപ്പൊ വരാം. ഹലോ, ഗിരിജ മാം അല്ലേ? അതെ, ആരാ? ഇത് കഴിഞ്ഞ വർഷം മാമിന്റെ ക്ലാസ്സിൽ പഠിച്ച വിനു അലക്സിന്റെ മദറാണേ. ആ പറയൂ. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണേ. ആ മോൻ പറയുന്നുണ്ടായിരുന്നു മാമിന്റെ ക്ലാസ്സിൽ വെച്ച് അവൻ പേന കൊണ്ട് കാലിൽ എന്തോ എഴുതിയപ്പോൾ മാം കണ്ടിട്ട് ഫാദർ പ്രിൻസിപ്പളിന്റെ റൂമിൽ കൊണ്ടുപോയി പണിഷ് ചെയ്തെന്നൊക്കെ. ആരെ വിനു? അവൻ നല്ല കുട്ടിയല്ലേ. അവനെ കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഹീസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്റ്റുഡൻസ്. ആണല്ലേ? അവൻ പറയുന്നുണ്ടായിരുന്നു മുട്ടുകാരെ നിർത്തിച്ചു എന്നൊക്കെ. അതവൻ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ പിള്ളേരൊക്കെ നല്ല പിള്ളേരായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നവും അവരുടെ ഡിവിഷനിൽ ഉണ്ടായിട്ടില്ല. വേറെ ഡിവിഷനിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പ്രിൻസിപ്പളിനെ റൂമിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ വിനുവിന്റെ ബാച്ചിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. ഞാനും വിചാരിച്ചു എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മാം വിളിച്ചു പറഞ്ഞല്ലോ എന്ന്. ഞാനെങ്കിൽ ടെൻഷൻ അടിച്ചു പോയി. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ ക്ലാസ്സിൽ പെൻ അലൗഡ് അല്ലല്ലോ, പെൻസിലല്ലേ യൂസ് ചെയ്യുന്നേ. അത് വെച്ച് എങ്ങനെ ദേഹത്ത് വരയ്ക്കുന്നേ? ഓ, അത് ശരിയാണല്ലോ, ഞാനത് ഓർത്തതേ ഇല്ല. നിങ്ങൾ ടെൻഷൻ ആവണ്ട. അതവൻ സ്വപ്നം കണ്ടത് തന്നെയാ. അവനോട് പറഞ്ഞേട്ടോ. ആ, ഞാൻ പറഞ്ഞേക്കാം മാം. ഓക്കെ മാം, താങ്ക് യു. രാമു വികൃതി കാണിക്കാറുള്ളത് പോലെ നിങ്ങൾ വീട്ടിൽ കാണിക്കാറുള്ള വികൃതികൾ എന്തെല്ലാം? സ്കൂളിൽ പോകാൻ മടിയായതുകൊണ്ട് പനി അഭിനയിച്ച് കിടക്കും. കൂട്ടുകാരുമായി വഴക്കുണ്ടാക്കും. അമ്മയെ ചുമ്മാ കള്ളം പറഞ്ഞ് പറ്റിക്കും.
പറ്റിച്ചേ പറ്റിച്ചേ. രാമുവിൻ്റെ വികൃതി മാറാൻ അധ്യാപകർ എങ്ങനെയാണ് രാമുവിനെ ശിക്ഷിച്ചത്? നിങ്ങളുടെ ഭാവനയിൽ ഉത്തരം എഴുതുക. ഫാദർ പ്രിൻസിപ്പലിന്റെ റൂമിന് മുമ്പിൽ മുട്ടുകുത്തിയെത്തി. എന്നെ കൊണ്ട് അപ്പോളജി ലെറ്റർ എഴുതിപ്പിച്ച്. രാമു എങ്ങനെയാണ് മിടുക്കൻ കുട്ടിയായത്? വികൃതി കാണിച്ചാൽ ദൈവം മാതാപിതാക്കളെ ശിക്ഷിക്കും എന്ന് പേടിച്ച് രാമു മിടുക്കൻ കുട്ടിയായി. ഞാൻ 3Bയിൽ പഠിക്കുന്ന വിനു അലക്സിൻ്റെ അമ്മയാണ്. ഇന്നലെ അവൻ്റെ മലയാളം എക്സാമിന് ചോദിച്ച ഒരു ചോദ്യത്തിന് അവൻ എഴുതിയ ഉത്തരമാണ് എന്നെ ഇങ്ങനെ ഒരു മെസ്സേജ് ഈ ക്ലാസ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. കുട്ടികൾ വികൃതി കാണിച്ചാൽ മാതാപിതാക്കളെ ശിക്ഷിക്കുന്ന, പേടിപ്പിക്കുന്ന ഒരു രൂപമാണ് അവൻ്റെ മനസ്സിൽ ദൈവം ഇപ്പോൾ. അവൻ്റെ പാഠഭാഗവും ചിലപ്പോഴൊക്കെ ഞാനും അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഭയം ഉണ്ടാക്കിയെടുക്കാൻ കാരണമാകാറുണ്ട്. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പേരിലും പണിഷ്മെൻറ്റിൻ്റെ പേരിലും ഭയപ്പെടുത്തിയാണോ നമ്മൾ കുട്ടികളെ ഗൈഡ് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു ഫിയർ ഫാക്ടർ അവരുടെ ബിലീഫ് സിസ്റ്റത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമുക്കും ഉത്തരവാദിത്തമില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു.